അതായത് അൻവറിനെ തൃണമൂൽ കോൺഗ്രസിന് ഈ UDFന്റെ ഭാഗമാക്കുക അല്ലെങ്കിൽ ഘടകകക്ഷിയാക്കുന്നതിലുള്ള എതിർപ്പ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടേതല്ല, അല്ലെങ്കിൽ UDFന്റേതല്ല. യഥാർത്ഥത്തിൽ ആ ഒരു എതിർപ്പ് തൃണമൂൽ കോൺഗ്രസ് പല കാര്യങ്ങളിലും ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നില്ല, കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾക്ക് നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാട് എടുക്കുന്നു. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ UDFന്റെ ഒരു സഖ്യകക്ഷിയാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണ്. അതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വന്നത്. പക്ഷേ അതിനുശേഷം ഒരു വേറെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാം, അങ്ങനെ UDFന്റെ ഭാഗമാക്കാം, UDFന്റെ കൂടി. അതായത് വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ UDFനെ പിന്തുണയ്ക്കുന്നു. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരുത്താം എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആദ്യം മുതൽ തുടക്കം മുതൽ ഇതിനെ വല്ലാതെ എതിർത്തിരുന്ന ഒരു അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ച് നിയമസഭയിൽ VD സതീശനെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിച്ച് അങ്ങനെയുള്ള പല ഘടകങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് VD സതീശൻ ആദ്യാവസാനം ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷെ ഏറ്റവും ഒടുവിൽ VD സതീശൻ വഴങ്ങുകയും UDFുമായിട്ട് യോജിച്ച് അൻവറിനെ സഹകരിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ ഈ മിനിഞ്ഞാന്ന് ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം അൻവർ പറഞ്ഞത് ഏത് ചെകുത്താനാണ് സ്ഥാനാർത്ഥിയെങ്കിലും UDFനെ വിജയിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കും, എന്റെ ആവശ്യം അതാണ്. മാത്രമല്ല ഇത് ആര് സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതല്ല, പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്, പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ലക്ഷ്യം എന്ന രീതിയിലൊക്കെ സംസാരിച്ച അൻവർ ഇന്ന് രാവിലെ മുതൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ടോണിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയാ, വേണ്ടി വന്നാൽ ആരെയെങ്കിലും MLA ആക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ രാജിവെച്ചത്, മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം. അതായത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ആദ്യം മുതലേ തന്നെ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് സിനിമ സംവിധാനം ചെയ്യാൻ പോട്ടെ, തിരക്കഥ എഴുതാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ചില മഞ്ഞൊക്കെ ഒരുക്കി അദ്ദേഹം വഴങ്ങി എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ വന്നെങ്കിൽ പോലും ഇന്ന് അദ്ദേഹം പ്ലേറ്റ് മാറ്റി ആര്യാടൻ ഷൗക്കത്തിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സ്വരത്തിൽ കടുപ്പം വന്നു, അദ്ദേഹത്തിന്റെ നിലപാട് മാറുന്നു, അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല, വേണ്ടി വന്നാൽ തനിച്ചു മത്സരിക്കുന്ന കാര്യം പോലും ആലോചിക്കുമെന്ന അവസ്ഥയിലേക്ക് വന്നു. ഒരു ഘട്ടത്തിൽ ഇത് UDFന് എറണാകുളത്ത് ചേർന്ന UDF യോഗത്തിൽ നിർണായക യോഗങ്ങളിൽ കോൺഗ്രസിന്റെ നിർണായക യോഗങ്ങളിൽ ഈ തീരുമാനം വല്ലാതെ പ്രശ്നമുണ്ടാക്കി. മറ്റു സ്ഥാനാർത്ഥികളെ കുറിച്ച് ആലോചിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നെങ്കിലും ഏറ്റവും ഒടുവിലെടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങണ്ട എന്നാണ്. അതായത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ അവസാനം എത്തിച്ചേർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയൊരു സമ്മർദ്ദ തന്ത്രത്തിന് അൻവറിന്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് UDFും കോൺഗ്രസും എത്തുമ്പോൾ UDF ആ തീരുമാനത്തിന് മുമ്പ് മുസ്ലിം ലീഗുമായിട്ടും മറ്റു ഘടകകക്ഷികളായിട്ടും കേന്ദ്ര നേതൃത്വമായിട്ടൊക്കെ ആലോചിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായാലും ഇതിനകത്ത് കുറച്ചുകൂടി കൃത്യമായൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോവാണ്. അതായത് ഒരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിന് അൻവറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അൻവർ ഓരോ സമയത്ത് ഓരോന്ന് പറയുന്ന ഒരാളാണെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസം നേരത്തെ മുതൽ ഉണ്ട് കോൺഗ്രസിനകത്ത്. പക്ഷെ ഇന്നത്തെ അൻവറിന്റെ മലക്കം മറിച്ചിലോടുകൂടി കോൺഗ്രസിനകത്ത് കുറച്ചുകൂടി ഒരു നിശ്ചയദാർഢ്യം വന്നു. അതായത് നിലമ്പൂരിൽ അൻവർ പിന്തുണയ്ക്കാതിരിക്കുകയോ അൻവർ മത്സരിക്കാതിരിക്കുകയോ എന്ത് വേണേ ചെയ്യട്ടെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ UDFന്റെ സ്ഥാനാർത്ഥിയെ UDFും കോൺഗ്രസും തീരുമാനിക്കും. അതിൽ അൻവറിന് സൗകര്യം ഉണ്ടെങ്കിൽ പിന്തുണയ്ക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. അൻവറിന് നിലമ്പൂർ വോട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2800 വോട്ടിനാണ് പ്രകാശൻ അൻവർ തോൽപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനെയൊക്കെ മറികടക്കുന്ന വലിയ ലീഡ് കോൺഗ്രസിന് UDFന് കിട്ടുകയും ചെയ്തു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങി കോൺഗ്രസും UDFും അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ അത് ഭാവിയിൽ വലിയ എന്താ പറയാ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ അൻവറിന് വഴങ്ങി എന്നുള്ള ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ഒരു എന്താ പറയാ രാഷ്ട്രീയമായിട്ട് ഒരു വിധേയത്വം കാണിച്ചു, അമിത വിധേയത്വം അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്ര ഭംഗിയല്ല, ശുഭകരമല്ല എന്നൊരു തോന്നലിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുന്നു. അങ്ങനെ ആണിപ്പോ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം VS ജോയി DCC പ്രസിഡന്റ് ആയിട്ടുള്ള VS ജോയിയെ അറിയിച്ചു.
എസ് ജോയിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹം DCC പ്രസിഡന്റാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ തീരുമാനമായിട്ട് യോജിക്കണം, അവസരങ്ങൾ ഉണ്ടാക്കരുത്. എസ് ജോയിയുടെ ഭാഗത്തുനിന്നും ഇതിനിടയ്ക്ക് ചില അപശ്രുതികൾ ഉണ്ടായി. പക്ഷെ അത് സംസാരിച്ച് അത് ഏതാണ്ട് എസ് ജോയിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും AICCക്ക് ഒറ്റപ്പേര് സമർപ്പിച്ചു. ഇന്ന് തന്നെ AICCയുടെ അംഗീകാരത്തോടെ വൈകിട്ടോടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ശരിയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അൻവറിന് ഇപ്പൊ ചേലക്കരയിലെ പോലെ 4000 വോട്ടൊന്നും ആയിരിക്കില്ല. അൻവറിന് അവിടെ കൂടുതൽ വോട്ട് കിട്ടാം. അത് ഒരുപക്ഷെ അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ UDFന് ജയിക്കാൻ കഴിയുന്ന ഒരു അനായാസത അല്ലെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ഈസി വിക്ടറി ഒരുപക്ഷെ അൻവർ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ UDFന് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അൻവറിന്റെ കൂടി പ്ലസ് അൻവറിന്റെ വോട്ടുകൾ കൂടി അൻവറിന്റെ പാർട്ടിയുടെ വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് അൻവർ തനിച്ച് മത്സരിച്ച് ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതൊരു വസ്തുതയാണ്. പക്ഷെ എങ്കിൽ പോലും അൻവർ തനിച്ച് മത്സരിക്കുന്നു, UDF തനിച്ച് മത്സരിക്കുന്നു, LDFും മത്സരിക്കുന്നു. അങ്ങനെ വന്നാൽ അപ്പോഴും അൻവർ പിടിക്കുന്ന വോട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അൻവറിന് കുറേയധികം പേഴ്സണൽ വോട്ടുകളും അതുപോലെ തന്നെ അൻവറിന് മാത്രമായിട്ട് കിട്ടുന്ന ആ ഒരു സ്വാധീന വോട്ടുകളുണ്ട്. ആ വോട്ടുകളിൽ പ്ലസ് LDF വോട്ട് കൊണ്ടാണ് അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് അൻവർ വിജയിച്ചത്. പക്ഷെ ഇപ്പൊ അൻവർ സ്വന്തം നിലയ്ക്ക് വോട്ടുകൾ മാറ്റിയാൽ അത്രയും വോട്ടുകൾ LDFന്റെ പെട്ടിയിൽ നിന്ന് പോകുന്നു. കുറെ വോട്ടുകൾ UDFന് കിട്ടാമായിരുന്നത് അൻവർ പിടിച്ചു പോയാലും അവിടെ ഒരു വലിയ മത്സരം നടക്കും. ആ മത്സരത്തിൽ UDFന് ഇപ്പോഴും വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസും UDFും ചിന്തിക്കുന്നത്. മുസ്ലിം ലീഗും ആ നിഗമനങ്ങളോട് യോജിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അൻവറിന് വഴങ്ങിയാൽ ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ പ്രതിച്ഛായ നഷ്ടം കോൺഗ്രസ് ഒഴിവാക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ അൻവറിനെ പോലെ ഒരാള് പറയുന്ന സമ്മർദ്ദങ്ങൾക്ക് ഓരോ ഘട്ടങ്ങളിൽ പറയുന്നതിനെല്ലാം അനുസരിച്ച് തുള്ളുക അല്ലെങ്കിൽ അൻവറിന്റെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അൻവർ പറയുന്ന എല്ലാ വ്യവസ്ഥകൾക്കും വഴങ്ങിക്കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പാർട്ടിക്ക് അല്ലെങ്കിൽ UDFനെ പോലെ കേരളത്തിലെ ഒരു ശക്തമായ മുന്നണിക്ക് അത്ര ഗുണകരമാവില്ല. ഭാവിയിൽ അതൊരു വലിയ ആരോപണമായിട്ട് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടും എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അൻവറിനെ അമിതമായി ആശ്രയിക്കുകയോ അൻവറിന്റെ വ്യവസ്ഥകൾക്ക് നിരുപാധികമായിട്ട് തലകുനിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് UDF എത്തുന്നത് ഒരു പരിധിവരെ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അൻവറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു തോന്നൽ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ അത് ഇന്നത്തോടുകൂടി അൻവറിന്റെ മലക്കം മറിച്ചിലോടുകൂടി UDFന് അത് കൂടുതൽ ബോധ്യമാകുകയാണ്. അതുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ UDF കുറച്ചുകൂടി ശക്തമായ നിലപാടിലേക്ക് എത്തിയത് എന്ന് പറയുന്നു. മാത്രമല്ല ഇനി അൻവറാണ് തീരുമാനിക്കേണ്ടത്. സത്യത്തിൽ ഇവിടെ അൻവർ കാര്യമായ വോട്ടുകൾ പിടിക്കാൻ കഴിയുന്നില്ല. UDF വിജയിക്കുക കൂടി ചെയ്താൽ അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്താവും എന്നുള്ളത് അൻവറാണ് ആലോചിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു തോൽവി UDFന് സംഭവിച്ചാലും അൻവറിന് കാര്യമായ വോട്ട് പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ അസ്തിത്വം അപകടത്തിലാകുന്നു എന്നതാണ്. ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരിക UDF അല്ല, അൻവറാണ് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ ഇടത് സ്വതന്ത്രനായി നിന്നാണ് കഴിഞ്ഞ തവണ അദ്ദേഹം അത്രയും വോട്ടുകൾ നേടിയതും ആ ഒരു വ്യക്തിപ്രഭാവം അവിടെ ഉണ്ടാകുമല്ലോ. ഈ ഒരു ഘട്ടത്തിൽ LDFന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് UDFന്റെ സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു നിലപാട്. ഈ ഒരു ഘട്ടത്തിൽ ആരെയാകും ഇറക്കി അവർ ഈ അംഗത്തിലേക്ക് ഇറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായുള്ള കാര്യമാണ്. മാത്രമല്ല ഇവിടെ അൻവറിനെ അനുനയിപ്പിക്കാനായി അൻവർ വയ്ക്കുന്ന ഡിമാൻഡ് അത് UDF പ്രവേശനമായിരിക്കുമോ? ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ LDF ഉറ്റുനോക്കുന്ന ഒരു പാലക്കാട് സാധ്യതയാണ്. പാലക്കാട് പോലെ അതായത് UDFലെ അസംതൃപ്തനായ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയോട് കലഹിച്ച് കലാപക്കൊടി ഉയർത്തി LDF സ്ഥാനാർത്ഥിയായി മാറുമോ, അതല്ലെങ്കിൽ VS ജോയി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുമ്പോൾ വിമത സ്വരം ഉയർത്തുമോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു പാർട്ടി നേതൃത്വം VS ജോയിയായിട്ട് വളരെ വിശദമായി തന്നെ സംസാരിക്കുകയും VS ജോയി ഒരു വിമത വേഷം കെട്ടില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ VS ജോയി അതുമായിട്ട് അദ്ദേഹത്തിന് DCC പ്രസിഡന്റ് സ്ഥാനം ഉണ്ടല്ലോ. അപ്പൊ ഇനി ഒരു DCC പുനഃസംഘടന വരുമ്പോൾ ഒരുപക്ഷെ VS ജോയിയെ മാറ്റുന്ന കാര്യം ആലോചിക്കില്ല. VS ജോയിക്ക് DCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാം. 8-9 മാസങ്ങൾക്കകം വലിയ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ VS ജോയിക്ക് മലപ്പുറത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടാകാം. അദ്ദേഹം വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ പാലക്കാട്ടെ ഒരു നാടകം അല്ലെങ്കിൽ ഫാരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനുള്ള ഒരു സാധ്യത LDFന് ഉണ്ട് എന്ന് കരുതാൻ ന്യായമില്ല.
മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഒരു ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ലെഗസി 87 മുതൽ 2016 വരെ നിലമ്പൂരിന്റെ MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ ആളായിരുന്നു അവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഇത് മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു വലിയ പോരാട്ടത്തിന്റെ വേദിയിൽ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്വരാജ് സമ്മതം മൂളി എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ ശക്തമായൊരു പോരാട്ടം. ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയാകുന്നു, സ്വരാജ് LDF സ്ഥാനാർത്ഥിയാകുന്നു. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കൂടി മത്സരിച്ചാൽ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയൊരു പോരാട്ട വേദിയായിട്ട് നിലമ്പൂർ മാറാം. പക്ഷെ അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചോളണമെന്നില്ല. അങ്ങനെയുള്ള സാധ്യതകൾ ഇപ്പൊ അന്തരീക്ഷത്തിലുണ്ട്. അതിലൊക്കെ മാറ്റം വരാം. ആര്യാടൻ ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ അത്തരം സമ്മർദ്ദങ്ങൾ ഒഴിവാക്കി UDF ആയിട്ട് സഹകരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സ്വരാജ് തൃപ്പൂണിത്തറയിൽ തോറ്റതാണ്. ഇനി ഒരു തോൽവി കൂടി നിലമ്പൂരിൽ സംഭവിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് അത് അത്ര ഗുണകരമാവില്ല. അപ്പൊ ഒരു തോൽക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള പ്രതിച്ഛായ സ്വരാജിനെ പോലെ ഒരാൾക്ക് തുടർച്ചയായിട്ടുണ്ടാവുന്നത് അദ്ദേഹം അത് മനസ്സുകൊണ്ട് അംഗീകരിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് സ്വരാജ് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. ഏതായാലും ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. PV അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് ഇനി അമിതമായി വഴങ്ങേണ്ട, അദ്ദേഹത്തിന്റെ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ UDFനെയും കോൺഗ്രസിനും നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന ആ ഒരു അൻവർ ലൈനെ അംഗീകരിക്കേണ്ട എന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസും UDFും എത്തിച്ചേർന്നിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. അതൊരു പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയാൽ UDFന് ഉണ്ടാവുന്നത് തീർച്ചയാണ്. എങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും ഇത് അത്ര നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പൊന്നും അല്ല. 8-9 മാസത്തെ കാര്യമുള്ളൂ. അഥവാ അതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ജയിക്കുന്നതിനേക്കാൾ അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ അന്തസ്സോടെ തലയുയർത്തി തോറ്റാലും അതിനു വരെ അന്തസ്സുണ്ട് എന്നൊരു തോന്നൽ UDFിലും കോൺഗ്രസിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ജനത്തിന്റെ മുമ്പില്, UDFനെ സ്നേഹിക്കുന്നവരുടെ മുമ്പില്, അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ UDFന്റെ റേറ്റിംഗ് കൂട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.